കുറച്ച് റിലേഷൻ വരാനുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഓവറോൾ? അത്യാവശ്യം നല്ല വിഷ്വൽ ട്രീറ്റ് ആണ് ആക്ച്വലി. 3D കൂടെ നല്ല ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് മേക്കിംഗ് ഒക്കെ? നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. എങ്ങനെയുണ്ട് ഓവറോൾ മേക്കിംഗ് ബാക്കിയാണ്? മേക്കിംഗ് കുഴപ്പമില്ല. ലെഗസി അത്ര ഫൈറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും പടം കുഴപ്പമില്ല. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആവറേജ് എന്ന് പറയുന്നത്, എന്നാലും മോശമല്ല. പടം എങ്ങനെയുണ്ട്? ട്രോൺ എങ്ങനെയുണ്ട്? വർത്താണോ പടം? എടുത്തു പറയത്തക്ക എന്തെങ്കിലും? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇപ്പം 15 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റ് ചെയ്തിരുന്നതിൻ്റെ ഇതുകൊണ്ടായിരുന്നു. മ്യൂസിക് എല്ലാം നല്ലതായിരുന്നു. ജാരഡ് ലെറ്റോ ഒക്കെ നല്ല. ഈ ഒരു പടത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നോ? നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ പടത്തിൽ എടുത്തു പറയാം. വിഷ്വൽസ് ഒക്കെ നല്ല ഇതായിരുന്നു. ഇപ്പം ആദ്യത്തെ പടം 2010 ഇറങ്ങി. ഇപ്പം ഇത്രയും ടെക്നോളജിയൊക്കെ ഒരുപാട് മാറി. ആ 3D എല്ലാം നല്ല രസമായിരുന്നു. മേക്കിംഗ് വൈസ് ആണെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിലും നല്ല രസമായിരുന്നു. നമ്മൾ തിയേറ്ററിൽ തന്നെ കാണുമ്പോൾ ആ മുഴുവൻ നമ്മുടെ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. മൊബൈലിൽ കണ്ട അത്രയും കിട്ടത്തില്ല. നമ്മൾ OTT പറഞ്ഞവരെ വെയിറ്റ് ചെയ്താലും തിയേറ്ററിൽ കാണുമ്പോൾ ഇതൊരു പ്രത്യേക ഫീൽ തന്നെ. കഴിവതും നല്ല ഐമാക്സിലൊക്കെ കാണാൻ പറ്റുന്നവർ അങ്ങനെ പോയി കാണുക. അപ്പോൾ ഇവിടെ നമ്മുടെ പറ്റുമെന്ന് വെച്ചാൽ തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കാം. ഏതാണ് സാധാ 3D ആണോ IMAX ആണോ കുറച്ച് ബെറ്റർ? ഞാനിപ്പോൾ 3D ആണ് കണ്ടത്. ഐമാക്സ് എക്സ്പീരിയൻസ് എനിക്ക് അറിയത്തില്ല. ഇന്നിപ്പോൾ റിലീസായല്ലേ ഉള്ളൂ. അപ്പോൾ കാണണമെന്നുണ്ടായിരുന്നു തിയേറ്ററിൽ തന്നെ. ഇതിൽ എടുത്തു പറയത്തേക്ക് എന്തെങ്കിലും തോന്നിയോ? പറയാം, മ്യൂസിക്കൊക്കെ നന്നായിരുന്നു. പക്ഷെ നമ്മുടെ 2010 ട്രോണിൽ ഡാഫ്റ്റ് പങ്കാണ് ചെയ്തിരുന്നത് മ്യൂസിക്. അതിൻ്റെ അകത്ത് ഇത്രയാണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കൊടുക്കുന്ന കാശിന് വർത്താണ്? വർത്താ നല്ല വർത്താ. അപ്പം ആ പടം വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പം കണ്ടു നോക്കുക. നല്ല പടമാണ്.